ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങളെ ലൈവായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നറിയോ? വാ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. എൻ്റെ അമ്മയാണ് ഈ ഇരിക്കുന്നത്. അവിടെ നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിക്കാം. എന്താ അമ്മയുടെ പരിപാടി? എന്നതാ എന്നതാ എങ്ങോട്ട് നോക്കിയേ പറ. എന്താ പിന്നെ ഒരു എന്തിലുണ്ടാകണം എന്ത് സാധനമാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു വെള്ളരിക്കയുടെ രൂപത്തിൽ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പൊ അവനെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുകയാണ്. ഓഹോ, ഒരു കുഞ്ഞു സാധനം ഉണ്ട്, അതൊക്കെ കണ്ടു നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വെള്ളരിക്ക. നിങ്ങൾ ചോദിക്കും ഈ ഒരു വെള്ളരിക്കയ്ക്ക് എന്താ ഇത്ര പ്രത്യേകതയെന്ന്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണല്ലോ. അത്യാവശ്യം നല്ല ഉപ്പ് വെള്ള ഏരിയയാണ്. ഉപ്പ് വെള്ളമുള്ളതെന്ന് തന്നെയല്ലേ പറയുമ്പോൾ കുറച്ച് വെള്ളിയൊക്കെ വീട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഉപ്പ് വെള്ളമുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്ത് നട്ടാലും കിളിക്കുകയില്ല. എൻ്റെ അമ്മയും ഞാനൊക്കെ ആണെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി, അതായത് നമ്മുടെ പൂക്കളാണെങ്കിൽ പൂക്കളുള്ള ചെടികളെല്ലാം നട്ട് ഒന്നും കിളിക്കണില്ല. കുറച്ച് ദിവസം കാണും, പിന്നെ അതേപോലെ കരിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൃഷി എന്ന് പറഞ്ഞ ഏർപ്പാട് അങ്ങ് നിർത്തി. കാരണം ഒന്നും ആവുന്നില്ല, എന്തായാലും നിൽക്കുന്നില്ല. വെറുതെ കഷ്ടപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ അമ്മേ? അതെ, വെറുതെ അതിൻ്റെ പുറകെ കിടന്ന് വെള്ളം ഒഴിച്ച് വളവും ഇട്ട് കുറേ ദിവസം കഴിയുമ്പോൾ നിരാശ പിടിച്ച് മടങ്ങുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, അത് ഈ നിൽക്കുന്ന മുരിങ്ങ ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ എൻ്റെ ബിനിച്ചേട്ടൻ അത്യാവശ്യം ഒരു മുഴുത്ത തയ്യും കൊണ്ട് വന്നതാണ്. അത് ഇതേപോലെ അത് ഉപ്പല്ല കൊണ്ടുപോയത് കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിറയെ പേഞ്ഞണ്ടുണ്ട്, അത് വലിച്ചുകൊണ്ട് ഏതോ വഴി പോയി. അങ്ങനെ അത് ചീത്തയായി. അതിൻ്റെ എന്തോ ഒരു വേരിൽ നിന്ന് അതിൻ്റെ ഒരു വേരിൽ നിന്ന് എന്തോ അമ്മ വീണ്ടും കിളിപ്പിച്ചെടുത്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. എന്നെങ്കിലും ഇത് വലുതായി കായുണ്ടായി കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന വെള്ളരി, അതിൻ്റെ പറഞ്ഞാൽ എന്താ സംഭവം? ഈ വെള്ളരി ഇത് വെള്ളരിയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. കിളത്തുന്നപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് മറ്റേ എന്താണ് മത്തങ്ങ, ഞാൻ കുമ്പളങ്ങ, അങ്ങനെ ഓരോരുത്തർ വ്യത്യസ്തമായ പേരുകൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇത് കണ്ട് അപ്പം ഇങ്ങനെ മൂടി വെച്ചിരിക്കണം, എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. മുറ്റത്തെ പേഞ്ഞണ്ടിനെ സഹിക്കാം. ഇവിടെ എൻ്റെ ഒരു കുരിപ്പ് കിടക്കണില്ലേ, അത് കണ്ട ഉടലോടെ പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എൻ്റെ മതി ഇതേ എന്താ പപ്പായയുടെ ഇല വീണതൊക്കെ അതൊക്കെ വെച്ച് ഇതേ ഓല കണ്ട ഇതൊക്കെ വെച്ച് മൂടി പാത്ത് വെച്ചിരിക്കേ. ഒരു കായെങ്കിൽ ഒരു കായ നമ്മുടെ മുറ്റത്തുണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അപ്പം എൻ്റെ അമ്മ അതിൻ്റെ മുതുകത്താണ് എപ്പോഴും. കൊച്ചു സൈഡേ കൂടി പോയാലും ഓടി വന്ന് അതിൻ്റെ അടുത്തിരിക്കും. കാരണം അതൊരു സന്തോഷമാണ്. അത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു കായെങ്കിലും കിട്ടുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു സന്തോഷം, അല്ലേ അമ്മേ? അതേപോലെ എൻ്റെ അമ്മയ്ക്ക് ഒരു വേപ്പിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞങ്ങൾ കാണിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ അതൊന്നും ആവത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് മാറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഉപ്പില്ലാത്ത ഏരിയ, അവിടെയൊക്കെ നന്നായിട്ട് കിട്ടും. ഈ വേപ്പില കണ്ട, ഞങ്ങൾക്ക് ഈ ഒരു വേപ്പിലേ കാണുമ്പോൾ എത്ര സന്തോഷമെന്ന് അറിയോ? കാരണം ഒരു കുഞ്ഞു തൈ പോലും ഇവിടെ ആകാത്തതാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എത്ര വർഷമായ ഈ വേപ്പില? എന്തായാലും ഒരു 3-4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ ഒരു കാറ്റടിക്കുമ്പോഴേ എല്ലാം അങ്ങ് പെട്ടെന്ന് ഇല്ലാണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണെന്നറിയോ? ഇതാണ് ബ്രഹ്മി. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. നമ്മുടെ ഇവിടെ നേരത്തെ നിറയുണ്ടായിരുന്നു, ഇപ്പം ഇല്ലായിരുന്നു. അപ്പം അമ്മ അത് വേറെ എവിടെയൊക്കെയോ പോയി കൊണ്ടുവന്ന് വെച്ച് നല്ല ഹാർഡ് ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറിയൊക്കെ വെച്ച് നടാവേ, പക്ഷേ ഒന്നും കിളുക്കത്തില്ല, ഉപ്പായതുകൊണ്ട്. പിന്നെ അല്ലാതെ ഇതേപോലെ വല്ലത്തിൻ്റെയൊക്കെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. എൻ്റെ അമ്മ കറ്റാർവാഴയുടെ ഫാനാണ്. അതുപോലെ തന്നെ ഈ ഒരു കാന്താരി ചെടിയിൽ നിന്ന് ഒരുപാട് കാന്താരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പുറകെയാണ് എൻ്റെ അമ്മ നടക്കുന്നത്. പിന്നെ അതേ അപ്പുറത്തൊരു വെള്ളരി കിളിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു മത്തന വെള്ളരി എന്തോ ഒരു സാധനം ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങളുടെ അല്ല എൻ്റെ അമ്മയുടെ പരിപാടി. എൻ്റെ അമ്മ ഇന്ന് ആ വെള്ളരിയുടെ മുതുകത്ത് കമ്മന്ന് നിൽക്കണം കണ്ടപ്പോൾ ഓർത്തത് എന്നാൽ നിങ്ങളോട് കൂടി കാര്യം ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.